ടി.വി. പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധ നേടിയ അഭിനേത്രിയാണ് ശാലിൻ സോയ. നടി സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വെളിപ്പെടുത്തലുകളുമായി നടിക്ക് ഇതുവരെ ഒരു ബന്ധവുമില്ലെങ്കിലും താരത്തിനെതിരെയും അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഇറങ്ങുകയാണ്. പീഡനാരോപണ വിധേയനായ നടൻ ഇടവേള ബാബുവിനൊപ്പമുള്ള പഴയൊരു ടിക്ടോക്ക് വീഡിയോയാണ് ട്രോളിന് ആധാരം. ബാവുവേട്ട എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള പഴയൊരു വീഡിയോ സോഷ്യൽ മീഡിയ വീണ്ടും എടുത്തിട്ട് പരിഹസിക്കുകയാണ്. വീഡിയോ വീണ്ടും വൈറലാണ്. അതോടെ നിരവധി പേരാണ് ശാലിനെയും പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ശാലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും ഇവർ സഭ്യമല്ലാത്ത കമന്റുകൾ ഇടുന്നു. ഈ സാഹചര്യത്തിൽ ശാലിൻ സോഷ്യൽ മീഡിയയിലൂടെ മറുപടിയുമായി എത്തുകയും ചെയ്തിരുന്നു. ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എടുത്ത ടിക്ടോക്ക് വീഡിയോയായിരുന്നു അത്. ഈ ഗാനം അക്കാലത്ത് ട്രെൻഡിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് അതേ പേരുള്ളതിനാൽ അദ്ദേഹത്തെ ടാഗ് ചെയ്യുന്നത് ഒരു രസമായി തോന്നി. കൃത്യസമയത്ത് തന്നെ അത് വൈറലാക്കി എന്നെ അപമാനിക്കുന്നത് സൈബർ ദുരുപയോഗത്തിന്റെ മറ്റൊരു തലമാണ്. എനിക്കിവിടെ എന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾ പറയണം. ഇക്കാര്യത്തെ വിശദീകരണവുമായി ഞാൻ വന്നാൽ വീണ്ടും ട്രോളിംഗ് ഉണ്ടാകും. ക്രൂരമായ ഈ സൈബർ ലോകത്ത് പേരില്ലാത്ത ശല്യക്കാരാണ് യഥാർത്ഥ വില്ലന്മാർ. അവരോട് വെറുപ്പ് തോന്നുന്നു എന്നും ശാലിൻ പറയുന്നു. ഈ പോസ്റ്റിനു താഴെ പോലും മോശം കമന്റ് ചെയ്ത് ഞരമ്പന്മാർ എത്തുന്നുണ്ട്. എന്നാൽ ശാലിന് പിന്തുണയുമായി കൂടുതൽ പേർ എത്തുന്നുണ്ട്. പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും അവഗണിക്കാനാണ് അവർ പറയുന്നത്. ശാലിൻ ധൈര്യമായി മുന്നോട്ടു പോവുക. നെഗറ്റീവ് അമ്മാവന്മാരെ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ കരുത്തായ സ്ത്രീയാണ്. മുൻപ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഓർത്തുപോകുന്നു. എന്നെയും എൻ്റെ പേരൻസിനെയും കാരവാനിൽ നിന്നും ഇറക്കി വിട്ടെന്ന്. മലയാള സിനിമ ഇല്ലെങ്കിൽ പോട്ടെ, തമിഴിലിപ്പോൾ സിനിമയുണ്ടല്ലോ. ഗോ ഹെഡ്, ഫുൾ സപ്പോർട്ട്. അത്തരക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളമൊഴിക്കലാണ്. കാലകാലങ്ങളായി ട്രെയിനിലെ ടോയ്ലറ്റിൽ വൃത്തികേട് എഴുതി ഫ്രസ്ട്രേഷന് തീർത്തുകൊണ്ടിരുന്നവർ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി ചേക്കേറിയതാണ് എന്നാണ് സജു എന്നൊരാൾ കുറിച്ചത്. ഞാൻ വർക്ക് ചെയ്ത മൂവി സെറ്റിലാണ്. നല്ലൊരു അന്തരീക്ഷത്തിലാണ് ആ സിനിമ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നത്. ആ സോങ് ട്രെൻഡായിരുന്നു. സെറ്റിൽ പലരും ആ വീഡിയോ റീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അതിങ്ങനെ തെറ്റായ രീതിയിൽ കൊണ്ടിടുന്നത് ക്രൂരമാണ് എന്നൊരു ലിജീഷ് കുറിക്കുന്നു. അരുൺ എന്നൊരാൾ പറയുന്നുണ്ട്, തളർത്തിയവരെ തിരിച്ചറിഞ്ഞല്ലേ ഇതുവരെ മുന്നോട്ടു പോയത്. ചിലരെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല. അവർ മനുഷ്യരെ കൊല്ലാതെ കൊല്ലും. റീച്ച് കിട്ടാൻ എന്തും ചെയ്യുന്നവരാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്രിമിനലുകൾ എന്നിങ്ങനെ ശാലിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട്.